ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഡിസംബർ 8 ദേശീയ ബുദ്ധിമാന്ദ്യ ദിനം. ബുദ്ധിമാന്ദ്യമുള്ളവരെ സമൂഹത്തിന്റെ മുൻധാരയിലേക്ക് കൊണ്ടുവരാനും ഇവർക്കൊരു കൈത്താങ്ങാവാൻ സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിനുമായാണ് ഈ ദിനം ആചരിക്കുന്നത്. ദേശീയ ബുദ്ധിമാന്ദ്യ ദിനാചരണം കോഴിക്കോട് വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. 59ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് സമാപനം. വിജയക്കൊടി പാറിച്ച് എറണാകുളം ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. സ്കൂൾ തലത്തിൽ മാർബേസിൽ കോതമംഗലത്തിന് കിരീടം. പഠിക്കാനുള്ള അവകാശത്തിനായി കാവിലുംപാറ ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ നിരാഹാര സമരത്തിൽ. ദേശീയ ബുദ്ധിമാന്ദ്യ ദിനം. റാലിയും ബോധവൽക്കരണ പരിപാടികളുമായി വിവിധ സംഘടനകൾ. വിശദമായ വാർത്തകളിലേക്ക്. 59ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് സമാപനം. എറണാകുളം ജില്ല ചാമ്പ്യന്മാരായി. സ്കൂൾ കിരീടം മാർബേസിൽ കോതമംഗലം കരസ്ഥമാക്കി. കഴിഞ്ഞ 4 ദിവസമായി മെഡിക്കൽ കോളേജ് ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടന്നുവന്നത്. അൻപത്തിയൊൻപതാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കൊടിയിറങ്ങി. 236 പോയിന്റ് നേടി എറണാകുളം ജില്ല ചാമ്പ്യന്മാരായി. 223 പോയിന്റ് നേടി പാലക്കാട് 2ാം സ്ഥാനത്തും 124 പോയിന്റ് നേടി ആതിഥേയരായ കോഴിക്കോട് 3ാം സ്ഥാനത്തുമാണ്. കോതമംഗലം മാർബേസിൽ സ്കൂൾ കിരീടം സ്വന്തമാക്കി. കോതമംഗലം സെന്റ് ജോർജിൽ നിന്നാണ് കിരീടം തിരിച്ചുപിടിച്ചത്. 91 പോയിന്റാണ് കോതമംഗലം മാർബേസിന് ലഭിച്ചത്. പാലക്കാട് പറളി ഹയർ സെക്കൻഡറിക്ക് 86 പോയിന്റ് ലഭിച്ചു. ഇവരാണ് സ്കൂൾ വിഭാഗത്തിൽ 2ാം സ്ഥാനം ലഭിച്ചവർ. 800 മീറ്റർ സീനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോട് ഉഷ സ്കൂളിലെ സ്നേഹ സ്വർണം കരസ്ഥമാക്കി. മെഡിക്കൽ കോളേജ് സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ സംസ്ഥാന കായികമേള ആരംഭിച്ചതു മുതൽ എറണാകുളം ജില്ല തന്നെയാണ് മുന്നേറ്റം തുടർന്നത്. 800 മീറ്റർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ പാലക്കാട് മുണ്ടൂർ സ്കൂളിലെ ആകാശ് സ്വർണം കരസ്ഥമാക്കി. നിർണായകമായ 4x400 മീറ്റർ പെൺകുട്ടികളുടെ വിഭാഗത്തിലെ റിലേയിൽ കോഴിക്കോട് സ്വർണം കരസ്ഥമാക്കി. സീനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ 4x400 മീറ്റേഴ്സ് റിലേയിൽ തിരുവനന്തപുരം ജേതാക്കളായി. പഠിക്കാനുള്ള അവകാശത്തിനായി നിരാഹാര സമരത്തിനിറങ്ങിയിരിക്കുകയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. ആവശ്യത്തിന് അധ്യാപകരോ ജീവനക്കാരോ ഇല്ലാതെയാണ് കാവിലുംപാറ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ പ്രവർത്തനം. ഇതിനൊരു പരിഹാരമുണ്ടാക്കാനാണ് വിദ്യാർത്ഥികളും അധ്യാപകരും PTA അംഗങ്ങളും സിവിൽ സ്റ്റേഷനു മുന്നിൽ നിരാഹാര സമരം നടത്തുന്നത്. കാവിലുംപാറ ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും PTA അംഗങ്ങളും ഇന്നും സമരത്തിലാണ്. കഴിഞ്ഞ കുറേ നാളുകളായി സ്കൂളിൽ ആവശ്യത്തിന് അധ്യാപകരോ ജീവനക്കാരോ ഇല്ല. ഈ പ്രശ്നം അധികൃതർക്കു മുൻപിൽ അവതരിപ്പിച്ചെങ്കിലും ഫലമുണ്ടായില്ല. മുൻപ് കുട്ടികളും രക്ഷാകർത്താക്കളും DDO ഓഫീസ് പിക്കറ്റ് ചെയ്തു. എന്നിട്ടും പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല. പലതവണ മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ എന്നിവരെ പ്രശ്നം ധരിപ്പിച്ചെങ്കിലും അവിടുന്നും അവഗണന മാത്രമായിരുന്നു ഫലം. ഇതേ തുടർന്നാണ് വിദ്യാർത്ഥികളും അധ്യാപകരും PTA അംഗങ്ങളും സംയുക്തമായി സിവിൽ സ്റ്റേഷനു മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്. 2012 RMSA പദ്ധതിയിൽപ്പെടുത്തി നിലവിൽ വന്നതാണ് കാവിലുംപാറ ഗവൺമെന്റ് ഹൈസ്കൂൾ. കഴിഞ്ഞ വർഷം ഇവിടെ SSLC വിജയം 100%. മറ്റ് പാഠ്യേതര പ്രവർത്തനങ്ങളിലും സ്കൂൾ നേട്ടങ്ങൾ കൈവരിച്ചു. ഇവിടെ 8, 9, 10 ക്ലാസുകളിലായി 313 കുട്ടികളാണ് പഠിക്കുന്നത്. എന്നാൽ അധ്യാപകർ, ഒരു ഹെഡ്മാസ്റ്റർ ഉൾപ്പെടെ 5 പേർ മാത്രമാണുള്ളത്. 7 ഡിവിഷനുകൾ ഉള്ള സ്കൂളിൽ നിയമാനുസൃതം 5 അധ്യാപകർ കൂടി വേണ്ടതാണ്. അതുപോലെ ഒരു ക്ലർക്കും ഒരു പ്യൂണും ആവശ്യമാണ്. സ്കൂൾ PTA പിരിവെടുത്താണ് 5 അധ്യാപകരെ തുച്ഛമായ ശമ്പളത്തിൽ നിയമിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് ആവശ്യമായ അധ്യാപകരെയും
മറ്റു പശ്ചാത്തല സൌകര്യങ്ങളും ഓഫീസ് സ്റ്റാഫിനെയും നൽകേണ്ട അധികാരികളുടെ നടപടികൾക്കെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമായത്. സിവിൽ സ്റ്റേഷനു മുന്നിൽ നടക്കുന്ന നിരാഹാര സമരം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PG ജോർജ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കാവിലുംപാറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP ചന്ദ്രൻ, മെമ്പർ KK മോളി, അഡ്വക്കേറ്റ് P ഗവാസ്, KP നാണു, KS ബാലകൃഷ്ണൻ, സുമംഗല രാജീവൻ, PTA പ്രസിഡന്റ് KT മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ ബുദ്ധിമാന്ദ്യ ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ റാലിയും വിവിധ രചനാ മത്സരങ്ങളും സംഘടിപ്പിച്ചു. കോഴിക്കോട് ടൌൺ ഹാളിൽ നടന്ന പരിപാടി AEO PV മിനി ഉദ്ഘാടനം ചെയ്തു. ദേശീയ ബുദ്ധിമാന്ദ്യ ദിനാചരണം വ്യത്യസ്തമാർന്ന പരിപാടികളോടെയാണ് കോഴിക്കോട് നടന്നത്. നിരവധി വിദ്യാർത്ഥികളാണ് ബോധവൽക്കരണ റാലിയിൽ പങ്കെടുത്തത്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നായാണ് വിദ്യാർത്ഥികൾ എത്തിയത്. ഞങ്ങളുടെ കഴിവുകളിൽ ശുഭാപ്തി പ്രകടിപ്പിക്കൂ, സഹതാപം വേണ്ട, സഹായമാണ് ആവശ്യം, സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തൂ എന്നീ പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചാണ് വിദ്യാർത്ഥികൾ റാലിയിൽ പങ്കെടുത്തത്. മാനസിക വൈകല്യം സംഭവിച്ച വ്യക്തികൾക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസപരവും തൊഴിൽപരവുമായ അവകാശങ്ങളെ സംബന്ധിച്ച് സജീവമായ പൊതുചർച്ചയ്ക്ക് സാഹചര്യം ഒരുക്കുന്നതോടൊപ്പം അവരുടെ സാമൂഹ്യ ജീവിതത്തെ ഗുണപരമായി ഉയർത്തുവാനുതകുന്ന പരിപാടികൾ ആസൂത്രണം ചെയ്യുക, സന്നദ്ധ സംഘടനകളുടെ പങ്കാളിത്തത്തോടെ സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്നീ ലക്ഷ്യങ്ങൾ കൂടി മുൻനിർത്തിയാണ് പരിപാടികൾ തയ്യാറാക്കിയിരിക്കുന്നത്. ബോധവൽക്കരണ റാലി, എക്സിബിഷൻ, ക്വിസ് മത്സരം, ചിത്രരചനാ മത്സരം, കയ്യെഴുത്ത് മത്സരം, തത്സമയ പ്രവൃത്തി പരിചയ മത്സരം, അധ്യാപകർക്ക് പ്രബന്ധ മത്സരം, രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണ സെമിനാർ, സമ്മാന വിതരണം എന്നിവയാണ് ദേശീയ ബുദ്ധിമാന്ദ്യ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നത്. പരിപാടികളുടെ ഉദ്ഘാടനം AEO PV മിനി നിർവഹിച്ചു. നമ്മുടെ ആരുടെയും സ്വപ്നങ്ങൾക്ക് തടങ്ക് ആയിക്കൊണ്ട് വിലങ്ങുതടിയാവാൻ ഒരു വൈകല്യത്തെയും നമ്മൾ അനുവദിച്ചു കൊടുത്തുകൂടാ. ഈ രീതിയിൽ നമ്മുടെ കുട്ടികളെ പരിമിതികളിൽ നിന്ന് മുന്നോട്ടേക്ക് എത്തിക്കാൻ അവരുടെ കൂടെ നിൽക്കുന്ന രക്ഷിതാക്കളും അധ്യാപകരും സമൂഹവും ഇവരെല്ലാം ചേർന്നുള്ള ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇവർക്കെല്ലാം ഈ രീതിയിലുള്ള മികച്ച ഒരവസ്ഥയിലേക്ക് എത്തിയത്. കോഴിക്കോട് ടൌൺ ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ TP സാറാമ അധ്യക്ഷത വഹിച്ചു. AWH പ്രോജക്ട് ഡയറക്ടർ KV അബ്ദുൽ സലാം, അജിത് മേനോൻ, K അഭിഷേക്, MS കിരൺ ദാസ്, DO ഡോക്ടർ ഗിരീഷ് ചോലയിൽ, P അഹമ്മദ് കോയ, PP സുലൈമാൻ, T അബ്ദുൽ ഷുക്കൂർ, അബ്ദുറഹ്മാൻ എടക്കുനി, M ചേക്കു, M കുട്ടിശങ്കരൻ, ശോഭന കുമാരി, AK സുജാത, മുഹമ്മദ് ഷഹബാസ് N, KM ഉമ്മർ തുടങ്ങിയവർ പങ്കെടുത്തു. പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ ഭിന്നിക്കാതെ വിദ്യാഭ്യാസം എന്ന ലക്ഷ്യത്തിനുവേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് ഡെപ്യൂട്ടി മേയർ മീര ദർശക്. ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച സുരക്ഷാ ഗേറ്റും നവീകരിച്ച പാചകപ്പുരയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇവർ. സ്കൂളിന് പുതുതായുള്ള CCTV, SPC റൂം അസിസ്റ്റന്റ് കമ്മീഷണർ രാജു PK ഉദ്ഘാടനം ചെയ്തു. സുരക്ഷാ കവചങ്ങൾ ഒരുക്കി മുഖം മിനുക്കിയിരിക്കുകയാണ് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ഇനി പുതിയ മാറ്റങ്ങളായിരിക്കും സ്കൂളിൽ ഉണ്ടാവുക. പുതുതായി നിർമ്മിച്ച സുരക്ഷാ ഗേറ്റും നവീകരിച്ച പാചകപ്പുരയും ഡെപ്യൂട്ടി മേയർ മീര ദർശക് ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും ജാതിയുടെയും മതത്തിന്റെയും ഭിന്നതയില്ലാതെ വിദ്യാഭ്യാസത്തിനുവേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും അവർ പറഞ്ഞു. സ്കൂളിന്റെ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾക്ക് കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നും വേണ്ട സഹായങ്ങൾ ഉണ്ടാകുമെന്നും അവർ കൂട്ടിച്ചേർത്തു. നമ്മുടെ സമൂഹത്തിന്റെ സമ്പന്നതരമായ സംസ്കാരത്തിന്റെ ഉറവിടമായിട്ടുള്ള പൊതുവിദ്യാലയങ്ങൾ തീർച്ചയായിട്ടും സംരക്ഷിക്കപ്പെടുന്നത് ഓരോ സമൂഹത്തിന്റെയും ഉത്തരവാദിത്തമാണ്. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭിന്നിപ്പിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി ഇന്ന് വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. പുതുതായുള്ള CCTV, SPC റൂം അസിസ്റ്റന്റ് കമ്മീഷണർ രാജു PK ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വൻ സുരക്ഷയായിരിക്കും സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ഉണ്ടാവുക.
സ്കൂൾ സമയത്തും അല്ലാതെയും യാതൊരു നിയന്ത്രണവുമില്ലാതെയുള്ള ആളുകളുടെ കടന്നുകയറ്റത്തിന് PTA ആണ് പുതിയ നിയന്ത്രണ സംവിധാനങ്ങളുമായി എത്തിയത്. വികസന പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നതോടൊപ്പം സുരക്ഷയും ഉറപ്പാക്കാനാണ് സ്കൂൾ അധികൃതരുടെ തീരുമാനം. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ PTA പ്രസിഡന്റ് ഷെയ്ഖ് ഷഫറുദ്ദീൻ അധ്യക്ഷനായിരുന്നു. ഹെഡ്മാസ്റ്റർ KK പ്രഭാകരവർമ്മ, PTA വൈസ് പ്രസിഡന്റ് VT പ്രസന്നകുമാർ, PTA എക്സിക്യൂട്ടീവ് PV സക്കീർ ഹുസൈൻ, ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി A അനിൽകുമാർ, ഹൈസ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി MR ദീപ, SMC ചെയർമാൻ CK സതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ സ്പോർട്സ് സംസ്ഥാന പ്രവൃത്തി പരിചയമേള എന്നിവയിൽ ഉന്നത സ്ഥാനം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കും റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾക്കുമുള്ള ഉപഹാരം സമർപ്പിച്ചു. തുടർന്ന് SPC വിദ്യാർത്ഥികൾക്ക് പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ രാജു PK ബോധവൽക്കരണ ക്ലാസ് നടത്തി. വാർത്തകളിൽ ഒരിടവേള. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഇത് ബനാറസ്, ലോകത്തിലെ ഏറ്റവും പുരാതന നഗരങ്ങളിലൊന്ന്. ഈ നഗരത്തിലാണ് ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു വിപ്ലവം പിറവിയെടുത്തത്. ബനാറസി സിൽക്ക് എന്ന പട്ടിലെ വിപ്ലവം. പട്ടിന്റെ ഈ നഗരത്തെ മലയാളിക്ക് പരിചയപ്പെടുത്തുന്നു കല്യാൺ സിൽക്സ്. ബനാറസ് ഉത്സവ് എന്ന പട്ടിലെ മഹോത്സവത്തിലൂടെ. Banaras Utsav by Kalyan Silks. For you, forever. Apollo Gold, Kozhikode, Tirur, Manjeri, Vadagara, Kannur. പ്രപഞ്ചം നാരായണ ട്രാവൽസ്. ചുരുങ്ങിയ ചിലവിൽ ശബരിമല യാത്ര ഓൺലൈൻ ദർശനത്തോടുകൂടി വൃശ്ചികം 1 മുതൽ പടിപൂജ വരെ ദിവസേന പ്രസാദ താമസ ഭക്ഷണ സൗകര്യങ്ങളോടുകൂടി യാത്ര പുറപ്പെടുന്നു. ഡിസംബർ മുതൽ കരിമല യാത്ര. ശബരിമല ദർശനം കഴിഞ്ഞ് മടക്കം പുൽമേട് വഴി മധുര, തിരുപ്പുറകുണ്ടം, പഴനി വഴി പ്രത്യേക യാത്ര. ശ്രീ ശബരിമലമേലുദിക്കുന്ന നിർധനരായ 251 സ്വാമിമാർക്ക് സൗജന്യ യാത്ര. വിശദ വിവരങ്ങൾക്കും ബുക്കിംഗിനും ഓഫീസുമായോ അടുത്തുള്ള ഏജൻസിയുമായോ ബന്ധപ്പെടുക. ഫോൺ 0495-270-3872. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷിക്കുന്നു 22 സുവർണ വർഷങ്ങൾ നിങ്ങൾക്കൊപ്പം. ഓരോ 30,000 രൂപയുടെ പർച്ചേസിനുമൊപ്പം സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടൂ സ്വർണ്ണ നാണയങ്ങൾ. ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് ബാറുകൾ സമ്മാനം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. രാജ്യസുരക്ഷയ്ക്കൊപ്പം സാമൂഹ്യ പ്രതിബദ്ധതയുടെ കാവലാളാകുകയാണ് CRPF. സംഘർഷബാധിത പ്രദേശങ്ങളെക്കുറിച്ച് പഠിക്കാനാണ് കോഴിക്കോട്ടെത്തിയെങ്കിലും തങ്ങളുടെ സേവനം മനസ്സിന്റെ താളം തെറ്റിയവരുടെ ആതുരാലയം ശുചീകരിക്കാൻ കൂടി വേണ്ടി പ്രയോജനപ്പെടുത്തുകയായിരുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് കേന്ദ്രസേനയായ CRPF കോഴിക്കോട്ടെത്തിയത്. വർഗീയ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉടലെടുക്കുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കുകയും അതേക്കുറിച്ച് പഠിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കോയമ്പത്തൂർ CRPF കമാൻഡന്റ് രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള 105-6A ബറ്റാലിയനിലെ 55 അംഗങ്ങളാണ് കോഴിക്കോട്ട് വിവിധ കേന്ദ്രങ്ങൾ സന്ദർശിച്ചത്. ഡിസംബർ 2 മുതൽ 8 വരെയായിരുന്നു സന്ദർശനം. ഇതിന്റെ ഭാഗമായി കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ശുചീകരണ പ്രവൃത്തികൾ നടത്തി. റൈറ്റിംഗ് അങ്ങനെ എന്തെങ്കിലും കമ്മ്യൂണൽ പ്രോബ്ലംസ്, പൊളിറ്റിക്കൽ പ്രോബ്ലംസ്, അങ്ങനെയുള്ള ക്ലാഷസ് ഉണ്ടാകുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങൾ ഡ്യൂട്ടിക്ക് എത്താറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആ ഏരിയയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി വന്നതാണ്. അതിൽ ഒരു ദിവസം ഞങ്ങൾ സോഷ്യൽ ക്ലീനിങ് ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കുതിരവട്ടം മെൻ്റൽ ഹോസ്പിറ്റലാണ് ഞങ്ങൾ ക്ലീൻ ചെയ്യുന്നത്. ഞങ്ങളുടെ 55 മെമ്പേഴ്സാണ് ഇതിനകത്തുള്ളത്. ഇതിനു മുൻപും സേന കോഴിക്കോട് വന്നിട്ടുണ്ട്. മാറാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കൃത്യനിർവഹണം നടത്തിയിരുന്നു. വടകര, നാദാപുരം, കുറ്റ്യാടി, പേരാമ്പ്ര എന്നിവിടങ്ങളിൽ നിന്നും സംഘാംഗങ്ങൾ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. വിവിധ പഞ്ചായത്തുകളിലെ ബഡ് സ്കൂളുകളിലെയും ബഡ്സ് പുനരധിവാസ കേന്ദ്രങ്ങളിലെയും വിദ്യാർത്ഥികളുടെ ജില്ലാ കലോത്സവം ജയ ഓഡിറ്റോറിയത്തിൽ നടന്നു. കുടുംബശ്രീ ബഡ്സ് BRC ജില്ലാ കലോത്സവം
മഴവില്ല് 2015 മേയർ VKC മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. ലോക ഭിന്നശേഷി വാരാചരണത്തിന്റെ ഭാഗമായി കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ ബഡ്സ് BRC ജില്ലാ കലോത്സവം മഴവില്ല് 2015 സംഘടിപ്പിച്ചു. ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള കുടുംബശ്രീ ബഡ്സ് സ്കൂളുകളിലും ബാലുശ്ശേരി, ഉണ്ണികുളം, ചക്കിട്ടപ്പാറ, ചങ്ങരോത്ത്, വേളം, നരിപ്പറ്റ, തൂണേരി, തിരുവള്ളൂർ, ആയഞ്ചേരി, അഴിയൂർ തുടങ്ങിയ പഞ്ചായത്തുകളിലെ ബഡ്സ് പുനരധിവാസ കേന്ദ്രങ്ങളിലുമുള്ള വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു. കോഴിക്കോട് ജയ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മേയർ VKC മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളിൽ പങ്കെടുക്കുമ്പോഴാണ് മറ്റ് കുട്ടികൾക്കും എനിക്കും അതുപോലെ ചെയ്യണം എന്ന് തോന്നാനുള്ള ഒരു മനസ്സ് അവർക്കുണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ കഴിവ് ആ നിലയിൽ തന്നെ വർദ്ധിക്കും. കൌൺസിലർ അഡ്വക്കേറ്റ് PM നിയാസ് അധ്യക്ഷനായിരുന്നു. കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ അബു താഹിർ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ മുഹമ്മദ് ബഷീർ TP, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ KK മോഹനൻ, PV കവിത, നളിനി, ഭാസ്കരൻ, അന്നമ്മ ജോർജ്, സുഹറാബി, അപ്പുക്കുട്ടൻ, VK അബ്ദുള്ള, ഷീജ ശശി, ET ബിനോയ്, വാഴയിൽ ബാലകൃഷ്ണൻ, മുനീർ C, ET അയൂബ്, നഫീദ ടീച്ചർ, കുടുംബശ്രീ ഗവേണിംഗ് ബോഡി അംഗം ജീജദാസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വിവിധ സ്ഥാപനങ്ങളും വ്യക്തികളും സംഭാവനയായി നൽകിയ പഠനോപകരണങ്ങളും സൈക്കിളുകളും ചടങ്ങിൽ മേയർ വിതരണം ചെയ്തു. വിവിധ രചനാ മത്സരങ്ങൾ, നാടോടി നൃത്തം, പ്രച്ഛന്ന വേഷം, ഒപ്പന, സംഘനൃത്തം എന്നീ പരിപാടികളുമുണ്ടായി. നൌഷാദിന് ആദരാഞ്ജലി അർപ്പിക്കാൻ AIYF നേതൃത്വത്തിൽ കോഴിക്കോട് പുതിയ സ്റ്റാൻഡ് പരിസരത്ത് ഓർമ്മപ്പൂക്കളം എന്ന പരിപാടി സംഘടിപ്പിച്ചു. CPI ദേശീയ കൌൺസിൽ അംഗം CN ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. PK പാറക്കടവ് അനുസ്മരണ പ്രഭാഷണം നടത്തി. മതിലില്ലാത്ത മനുഷ്യസ്നേഹത്തിന്റെ മഹനീയത ഉയർത്തിപ്പിടിച്ച് അപരനു വേണ്ടി ജീവൻ നൽകിയ നൌഷാദിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ AIYFന്റെ ഓർമ്മപ്പൂക്കളം. മാൻഹോൾ ദുരന്തത്തിൽ പൊലിഞ്ഞ കോഴിക്കോട്ടെ ഓട്ടോ ഡ്രൈവർ മാളിക്കടവ് സ്വദേശി നൌഷാദിന് ശ്രദ്ധാഞ്ജലിയായി പുതിയ സ്റ്റാൻഡ് പരിസരത്താണ് AIYF ഓർമ്മപ്പൂക്കളം തീർത്തത്. ശ്രദ്ധാഞ്ജലി CPI ദേശീയ കൌൺസിൽ അംഗം CN ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഭാവി തലമുറയ്ക്ക് പ്രചോദനമായ നൌഷാദിന് സത്യത്തിന്റെയും നന്മയുടെയും നഗരത്തിൽ ഉചിതമായ സ്മാരകമുയരണമെന്ന് അദ്ദേഹം പറഞ്ഞു. മനസ്സിൽ സാഹോദര്യവും സ്നേഹവും ഇല്ലാത്തവരാണ് വർഗീയവാദികളെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ശശികലയും വെള്ളാപ്പള്ളിയും എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. നൌഷാദ് എന്ന പേർഷ്യൻ പദത്തിന് സന്തോഷമെന്നർത്ഥം, എന്നാൽ ഇതിന് നന്മ എന്നുകൂടി അർത്ഥമുണ്ടെന്ന് കഥാകൃത്ത് PK പാറക്കടവ് അനുസ്മരണ പ്രഭാഷണത്തിൽ പറഞ്ഞു. എന്നാണ് ഇന്ന് അർത്ഥം. മനുഷ്യസ്നേഹം ഉയർത്തിപ്പിടിക്കുന്ന തൊഴിലാളി വർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ ഒരു മനുഷ്യസ്നേഹിയായാണ് ഇന്ന് നൌഷാദിനെ ലോകം കാണുന്നത്. CPI ജില്ലാ കൌൺസിൽ അംഗം PK നാസർ, ഭാസി മലപ്പറമ്പ്, നൌഷാദിന്റെ അമ്മാവൻ ഷാഫി, അബൂബക്കർ, അശോകൻ, അജയ് ആവള, അഡ്വക്കേറ്റ് P ഗവാസ് എന്നിവർ സംസാരിച്ചു. ഫാസിസം തന്നെയാണ് അസഹിഷ്ണുത എന്ന വിഷയത്തിൽ സോളിഡാരിറ്റി നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മാധ്യമം ഗ്രൂപ്പ് എഡിറ്റർ O അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഫാസിസത്തിനെതിരെ ജനകീയ കൂട്ടായ്മ രൂപപ്പെടണമെന്ന് സംഗമം അഭിപ്രായപ്പെട്ടു. തെരഞ്ഞെടുപ്പ് ധാരണകൾക്കപ്പുറം ജനകീയ കൂട്ടായ്മകൾ കൊണ്ട് ഫാസിസം ഉയർത്തുന്ന ഭീഷണിയെ നേരിടാൻ കഴിയൂവെന്ന് ഫാസിസം തന്നെയാണ് അസഹിഷ്ണുത എന്ന തലക്കെട്ടിൽ സോളിഡാരിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സാംസ്കാരിക സദസ്സും പൊതുസമ്മേളനവും അഭിപ്രായപ്പെട്ടു. BJPക്ക് ശേഷം മതേതര ശക്തികൾ അധികാരത്തിൽ വന്ന സംസ്ഥാനങ്ങളിൽ പാഠ്യപദ്ധതിയിലും സാംസ്കാരിക സാമ്പത്തിക നയങ്ങളിലും മാറ്റം വന്നില്ലെന്ന് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത മാധ്യമ മീഡിയ വൺ ഗ്രൂപ്പ് എഡിറ്റർ O അബ്ദുറഹ്മാൻ ചൂണ്ടിക്കാട്ടി. സെക്കുലർ, സോഷ്യലിസ്റ്റ് തുടങ്ങി ഭരണഘടനകളിലെ പദപ്രയോഗങ്ങൾ വരെ നീക്കാൻ ശ്രമം നടക്കുകയാണ്. ചരിത്ര കോൺഗ്രസ്, ശാസ്ത്ര കോൺഗ്രസ് എന്നിവയെ അടക്കം അടിമുടി അഴിച്ചുപണിയുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജില്ലാ പ്രസിഡന്റ് KC അൻവർ അധ്യക്ഷം വഹിച്ചു. അഡ്വക്കേറ്റ് T സിദ്ദിഖ്, NP ചെക്കുട്ടി, P മുജീബ് റഹ്മാൻ, പ്രേമ G പിഷാരടി, T ഷാക്കിർ, ഷംസീർ ഇബ്രാഹിം, സദറുദ്ദീൻ പുല്ലാളൂർ, K നൂഹ് എന്നിവർ സംസാരിച്ചു. ജാതീയതയും ഉപഭോക്തൃ സംസ്കാരവും സംയുക്തമായി നടപ്പിലാക്കുന്ന അസഹിഷ്ണുതയാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് സാംസ്കാരിക സദസ്സ് ഉദ്ഘാടനം ചെയ്ത KN കുഞ്ഞാമുദ് പറഞ്ഞു. PK പാറക്കടവ്, K അഷ്കർ, KV സക്കീർ ഹുസൈൻ, PA നിസാമുദ്ദീൻ, KT സൂപ്പി, ഷമീർ ബാബു കൊടുവള്ളി, MA മുബാറക് എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ ഒരിടവേള കൂടി. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഇത് ബനാറസ്.
ലോകത്തിലെ ഏറ്റവും പുരാതന നഗരങ്ങളിലൊന്ന്. ഈ നഗരത്തിലാണ് ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു വിപ്ലവം പിറവിയെടുത്തത്. ബനാറസി സിൽക്ക് എന്ന പട്ടിലെ വിപ്ലവം. പട്ടിന്റെ ഈ നഗരത്തെ മലയാളിക്ക് പരിചയപ്പെടുത്തുന്നു കല്യാൺ സിൽക്സ്. ബനാറസ് ഉത്സവ് എന്ന പട്ടിലെ മഹോത്സവത്തിലൂടെ. Banaras Utsav by Kalyan Silks. For you, forever. Apollo Gold, Kozhikode, Tirur, Manjeri, Vadagara, Kannur. പ്രപഞ്ചം നാരായണ ട്രാവൽസ്. ചുരുങ്ങിയ ചിലവിൽ ശബരിമല യാത്ര ഓൺലൈൻ ദർശനത്തോടുകൂടി വൃശ്ചികം 1 മുതൽ പടിപൂജ വരെ ദിവസേന പ്രസാദ താമസ ഭക്ഷണ സൗകര്യങ്ങളോടുകൂടി യാത്ര പുറപ്പെടുന്നു. ഡിസംബർ മുതൽ കരിമല യാത്ര. ശബരിമല ദർശനം കഴിഞ്ഞ് മടക്കം പുൽമേട് വഴി മധുര, തിരുപ്പുറകുണ്ടം, പഴനി വഴി പ്രത്യേക യാത്ര. ശ്രീ ശബരിമലമേലുദിക്കുന്ന നിർധനരായ 251 സ്വാമിമാർക്ക് സൗജന്യ യാത്ര. വിശദ വിവരങ്ങൾക്കും ബുക്കിംഗിനും ഓഫീസുമായോ അടുത്തുള്ള ഏജൻസിയുമായോ ബന്ധപ്പെടുക. ഫോൺ 0495-270-3872. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷിക്കുന്നു 22 സുവർണ വർഷങ്ങൾ നിങ്ങൾക്കൊപ്പം. ഓരോ 30,000 രൂപയുടെ പർച്ചേസിനുമൊപ്പം സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടൂ സ്വർണ്ണ നാണയങ്ങൾ. ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് ബാറുകൾ സമ്മാനം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. മാലിന്യമുക്തമായ നഗരമായി കോഴിക്കോടിനെ മാറ്റിയെടുക്കാൻ ഒന്നിച്ചു നീങ്ങണമെന്ന് മേയർ VKC മുഹമ്മദ് കോയ. മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കും നൽകിയ സ്വീകരണത്തിൽ മറുപടി പറയുകയായിരുന്നു മേയർ. കോഴിക്കോട് കോർപ്പറേഷന്റെ സമഗ്ര വികസനത്തിന് കൌൺസിൽ അംഗങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് മേയർ VKC മുഹമ്മദ് കോയ മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോർപ്പറേഷൻ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുന്നതിലുൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ചേംബർ ഓഫ് കൊമേഴ്സ് അടക്കമുള്ള സംഘടനകളുടെ സഹായ സഹകരണങ്ങൾ ആവശ്യമുണ്ടെന്നും VKC പറഞ്ഞു. അപ്പൊ ഈ മഴവെള്ളം ഒഴുകാനുള്ള എല്ലാ ജാലും അഴുക്കുചാലാണ്. അപ്പൊ നമ്മൾ അതിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ അഴുക്കുചാലിന്റെ പ്രവർത്തനം നമ്മൾ 2-3 ആളുകളുടെ ജീവൻ നഷ്ടപ്പെടാനിടനായ വളരെ ധാരാളം സംഭവമൊക്കെ നടക്കും. അതിന്റെ കരാർ കൊടുത്തത് 2011 9 മാസം. ഡെപ്യൂട്ടി മേയർ മീര ദർശക്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ M രാധാകൃഷ്ണൻ, MC അനിൽകുമാർ, അനിത രാജൻ, TV ലളിതപ്രഭ എന്നിവർക്കും സ്വീകരണം നൽകി. ചേംബർ പ്രസിഡന്റ് CAC മോഹൻ അധ്യക്ഷനായിരുന്നു. കോർപ്പറേഷൻ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തി ചേംബർ തയ്യാറാക്കിയ നിവേദനം സെക്രട്ടറി MA മെഹബൂബ് മേയർക്ക് നൽകി. ചേംബർ ട്രഷറർ A ശ്യാംസുന്ദർ മേയറെ പരിചയപ്പെടുത്തി. PV ചന്ദ്രൻ മേയറെയും PK അഹമ്മദ് ഡെപ്യൂട്ടി മേയറെയും പൊന്നാടി അണിയിച്ചു. CAC മോഹൻ, അലോക് കുമാർ സാബു, KV കുഞ്ഞാമത്, KB രഘുനാഥ്, V സക്കീർ, K മജീദ് എന്നിവർ ഉപഹാരങ്ങൾ നൽകി. ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് M വീരാൻകുട്ടി, KV കുഞ്ഞഹമ്മദ്, KP അബൂബക്കർ എന്നിവർ സംസാരിച്ചു. അനുമതി ലഭിച്ചാൽ ദേശീയ സ്കൂൾ കായികമേള നടത്താൻ കോഴിക്കോട്ടുകാർ തയ്യാർ. ദേശീയ ഗെയിംസും ദിവസങ്ങളുടെ തയ്യാറെടുപ്പിൽ സംസ്ഥാന സ്കൂൾ കായികമേളയും വിജയിപ്പിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയം ദേശീയ സ്കൂൾ മീറ്റിനായി ഒരുങ്ങുന്നത്. ദേശീയ സ്കൂൾ കായികമേള നടത്താൻ മെഡിക്കൽ കോളേജ് ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയത്തിന് കഴിയുമെന്ന് സ്റ്റേഡിയം അധികൃതർ വ്യക്തമാക്കി. നിലവിൽ മികച്ച ട്രാക്കും മറ്റ് അനുബന്ധ സൌകര്യങ്ങളും സ്റ്റേഡിയത്തിലുണ്ട്. പരിശീലനത്തിനായി തൊട്ടടുത്തുള്ള ഗ്രൌണ്ടും ഉപയോഗിക്കാം. എന്നാൽ 4000-ഓളം പേർക്കുള്ള താമസ സൌകര്യം ഒരുക്കുന്നതാണ് വെല്ലുവിളി. സമീപത്തെ ലഭ്യമായ ഫ്ളാറ്റുകളിലും ലോഡ്ജുകളിലുമായി താമസിപ്പിക്കാമെന്നതാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്. ജനുവരിയിൽ നടക്കുന്ന മേളയിൽ പങ്കെടുക്കുന്നവർക്ക് താമസ സൌകര്യം ഒരുക്കാനായി ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് 4 ദിവസം അവധി നൽകാനാകുമോ എന്നും പരിശോധിക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടത്താനിരുന്ന സ്കൂൾ കായികമേള തയ്യാറെടുപ്പുകൾക്ക് കുറച്ചു ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കോഴിക്കോട്ടേക്ക് മാറ്റിയപ്പോഴും വിജയകരമായി സംഘടിപ്പിക്കാനായതിന്റെ ആത്മവിശ്വാസത്തിലാണ് ജില്ലയിലെ കായിക പ്രവർത്തകരുടെ കൂട്ടായ്മ. മന്ത്രി MK മുനീറും പ്രദീപ് കുമാർ MLAയും PT ഉഷയും അടക്കമുള്ളവർ ദേശീയമേള കോഴിക്കോട്ട് നടത്തുന്നതിന് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പ്രധാന ഗ്രൌണ്ടിനോട് ചേർന്നുള്ള സ്ഥലത്ത് പരിശീലനത്തിനായി സിന്തറ്റിക് ട്രാക്ക് നിർമ്മിക്കാനുള്ള നടപടി വേണമെന്ന് ഉദ്ഘാടന ചടങ്ങിനെത്തിയ കായിക മന്ത്രിക്ക് മെഡിക്കൽ കോളേജ് യൂണിയന്റെ നേതൃത്വത്തിൽ കത്ത് നൽകിയെന്ന് കായിക വിഭാഗം മേധാവി VMK സൽവരാജ് അറിയിച്ചു.
ത്രോ ഇനങ്ങൾ നടത്താനായി ഗ്രൗണ്ടിന് പുറത്ത് സ്ഥലമുണ്ട്. ഇവിടെ ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും നിലവിലെ ഗാലറിക്ക് മേൽക്കൂര പണിയാനും സഹായം നൽകണമെന്നും കത്തിലുണ്ട്. ലോക മണ്ണ് ആരോഗ്യ ദിനത്തിന്റെ ഭാഗമായി കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മണ്ണ് ആരോഗ്യവും സസ്യസംരക്ഷണവും എന്ന വിഷയത്തിൽ ജില്ലാതല പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ലോക മണ്ണ് ആരോഗ്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാൾ മാത്രയിൽ ജില്ലാതല സെമിനാർ സംഘടിപ്പിച്ചു. മണ്ണ് ആരോഗ്യവും വിള സംരക്ഷണവും എന്ന വിഷയത്തിൽ നടന്ന കാർഷിക ശില്പശാല കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ലോകത്താകെ മണ്ണാരോഗ്യ ദിനമായി ആചരിക്കുമ്പോൾ കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്തിന് അതിൻ്റെതായ ഒരു സംഭാവന വേണം എന്ന ഞങ്ങൾ ഭരണസമിതിയുടെ ആലോചനയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു മണ്ണ് പരിശോധന പരിപാടിയായി നടത്താൻ ഉദ്ദേശിച്ച പരിപാടിയെ ഒരു മാതൃകാ പരിപാടിയാക്കി മാറ്റാൻ കാരണമായിട്ടുള്ളത്. ലോക മണ്ണ് ആരോഗ്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ബ്ലോക്ക് ഓഫീസ് വളപ്പിൽ ഏതാണ്ട് 10 സെന്റ് കൃഷിയിടം രൂപപ്പെടുത്തി ജൈവഗ്രാമം പദ്ധതിയുടെ ഭാഗമായി ജൈവ കൃഷി ആരംഭിച്ചു. കാർഷിക മേഖലയിൽ മെച്ചപ്പെട്ട പ്രവർത്തനം നടത്തുവാനായി ബ്ലോക്ക് കാർഷിക ക്ലബ്ബും രൂപീകരിച്ചിട്ടുണ്ട്. മണ്ണ് ആരോഗ്യവും വിള സംരക്ഷണവും എന്ന വിഷയത്തിൽ റിട്ടയർഡ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ തിരൂർ ക്ലാസ് എടുത്തു. ചടങ്ങിൽ കർഷകരുടെ വലിയ പങ്കാളിത്തവും ഉണ്ടായിരുന്നു. അറിയിപ്പ്: അടുത്ത വർഷം പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോകാൻ അപേക്ഷ നൽകാൻ ഉദ്ദേശിക്കുന്നവർ അവരുടെ കൈവശമുള്ള പാസ്പോർട്ട് കൈകൊണ്ട് എഴുതിയത് ആണെങ്കിൽ എത്രയും വേഗം പാസ്പോർട്ട് ഓഫീസുമായി ബന്ധപ്പെട്ട് മാറ്റിവാങ്ങേണ്ടതാണെന്ന് കേരള ഹജ്ജ് വെൽഫെയർ ഫോറം ജനറൽ സെക്രട്ടറി PT ഇംബിച്ചിക്കോയ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9447149007 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 59ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് സമാപനം. വിജയക്കൊടി പാറിച്ച് എറണാകുളം ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. സ്കൂൾ തലത്തിൽ മാർബേസിൽ കോതമംഗലത്തിന് കിരീടം. പഠിക്കാനുള്ള അവകാശത്തിനായി കാവിലുംപാറ ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ നിരാഹാര സമരത്തിൽ. ദേശീയ ബുദ്ധിമാന്ദ്യ ദിനം. റാലിയും ബോധവൽക്കരണ പരിപാടികളുമായി വിവിധ സംഘടനകൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.